ഒരു രാത്രിയിൽ ലാത്തിക്കിരയാക്കി തന്നെ തീർക്കാൻ നോക്കിയവരുടെ മുന്നിലേക്ക് രണ്ടും കൽപ്പിച്ച് നെഞ്ചും വിരിച്ചിറങ്ങുകയാണ് 12ാം ദിവസം ഷാഫി പറമ്പിൽ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് എക്കാലത്തും ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലിനെയാണ് ഒറ്റ രാത്രി കൊണ്ട് പോലീസ് തലയ്ക്കും മൂക്കിനും അടിച്ച് ചോര ചീന്തിച്ചത്. അന്ന് ആ മൂക്കിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ 3 മണിക്കൂർ നേരത്തെ സർജറി ആയിരുന്നു വേണ്ടി വന്നത്. ഇന്നിപ്പോൾ ആ ഷാഫി മുഖത്ത് മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ടാണ് നേതാക്കളോടൊപ്പം വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. രാഷ്ട്രീയപരമായി ഏറെ കോളിളക്കങ്ങളുള്ള സമയത്ത് വീട്ടിൽ വിഷമത്തിലിരിക്കാൻ ഷാഫിക്കാവില്ല. കാരണം കഴിഞ്ഞ ദിവസമാണ് എല്ലാ വൻകിടക്കാർക്കും കോർപ്പറേറ്റുകൾക്കും തീരെഴുതി കൊടുത്തുകൊണ്ട് കോഴിക്കോട് പുതിയ മാർക്കറ്റ് തുറന്നിരിക്കുന്നത്. പാളയം മാർക്കറ്റിന് പകരമായി വലിയ വികസനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഉദ്ഘാടനത്തിനെത്തുന്നത്. എന്നാൽ മുഖ്യന്റെ ഈ പരിപാടി നടക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് കോഴിക്കോട്ടുകാർ പ്രതിഷേധവുമായി നഗരം കയ്യേറുകയായിരുന്നു. പറഞ്ഞു വരുന്നത് കോഴിക്കോടിന്റെ മുഖമായിരുന്ന പാളയം പച്ചക്കറി മാർക്കറ്റാണ് കഴിഞ്ഞ ദിവസം കല്ലുത്താൻ കടവിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. പദ്ധതിക്കെതിരെ പ്രാരംഭഘട്ടം മുതൽ ശക്തമായ പ്രതിഷേധവുമായി മാർക്കറ്റിലെ തൊഴിലാളികൾ രംഗത്തെത്തിയിരുന്നു. ഇത് തുടരുന്നതിനിടെയാണ് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത്. പ്രതിഷേധക്കാർക്കെതിരെ മുഖ്യമന്ത്രി ശക്തമായി തുറന്നടിച്ചു. നാടിന്റെ നല്ല കാര്യത്തെ തള്ളിപ്പറയുന്നതിന് പിന്നിലെ ചേതോവികാരം എന്താണെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. നാടിന്റെ വികസനത്തെ അനുകൂലിക്കാത്തത് പ്രതിപക്ഷം ചെയ്യുന്ന തെറ്റാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ സാധുക്കളായ വ്യാപാരികൾക്ക് കുടുസായ മുറികൾ നൽകിക്കൊണ്ട് കോർപ്പറേഷൻ ഭരണാധികാരികൾ അവരുടെ ഹുങ്ക് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം പ്രമാണിമാർക്ക് തീരെഴുതി നൽകി ചെറിയ മുറികളിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? മാർക്കറ്റ് മാറ്റിസ്ഥാപിക്കുന്നതിനെതിരായ സമരങ്ങൾ ഇനിയും ഞങ്ങൾ അവസാനിപ്പിക്കുകയില്ല. പ്രതിഷേധത്തിനിടെ ഒരു വ്യാപാരി ഇങ്ങനെയാണ് പ്രതികരിച്ചത്. അതും മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമയത്താണ് എന്നോർക്കണം. അതെ, കോഴിക്കോട്ടേക്കാണ് ഷാഫി ഇറങ്ങിത്തിരിക്കുന്നത്. ആ വീഡിയോ ഒന്ന് കാണാം. അതിലെന്തെങ്കിലും മാറ്റം വരുത്തുക എന്നത് ഇരു കക്ഷികളും ഇരുന്ന് സമവായത്തിലൂടെയല്ലാതെ അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല. ഘടകകക്ഷികളുടെ സീറ്റ് ഒരു കാരണവശാലും അനാവശ്യമായി അവകാശവാദം ഉന്നയിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പണ്ട് എനിക്ക് ലഭിച്ച ഞാൻ ഈ നേതാക്കളുടെ അതുപോലെ സ്ഥാനത്ത് അതേത് കക്ഷിയിൽപ്പെട്ട ആളുകളുടെ വാർഡുകളാണ് കൂടുതൽ വരുന്നത് എന്ന് നോക്കി കൂടുതൽ വാർഡുകൾ ഏതെങ്കിലും കക്ഷിയുടേത് വന്നാൽ ആ എന്റെ സംസ്ഥാനത്താണ്. മുൻ KPCC ആക്ഷൻ പ്രസിഡന്റ് കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ബഹുമാനായ KG അടിയോടി സാറിന്റെ ഓർമ്മദിനമാണെന്ന് അതിലെന്തെങ്കിലും മാറ്റം വരുത്തുക എന്നത് ഇരു കക്ഷികളും ഇരുന്ന് സമവായത്തിലൂടെയല്ലാതെ അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല. ഘടകകക്ഷികളുടെ സീറ്റ് ഒരു കാരണവശാലും അനാവശ്യമായി അവകാശവാദം ഉന്നയിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പണ്ട് എനിക്ക് ലഭിച്ച ഞാൻ ഈ നേതാക്കളുടെ അതുപോലെ സ്ഥാനത്ത് അതേത് കക്ഷിയിൽപ്പെട്ട ആളുകളുടെ വാർഡുകളാണ് കൂടുതൽ വരുന്നത് എന്ന് നോക്കി കൂടുതൽ വാർഡുകൾ ഏതെങ്കിലും കക്ഷിയുടേത് വന്നാൽ ആ എന്റെ സംസ്ഥാനത്താണ്. മുൻ KPCC ആക്ഷൻ പ്രസിഡന്റ് കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ബഹുമാനായ KG അടിയോടി സാറിന്റെ ഓർമ്മ